ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി 18 ചൊവ്വാഴ്ച. ഷഷ്ടി തിഥിയാണ് അന്ന്. ഷഷ്ടി തിഥി തുടങ്ങുന്നത് ഫെബ്രുവരി 18 വെളുപ്പിനെ 4:53 മുതൽ ഫെബ്രുവരി 19 രാവിലെ 7:32 വരെയാണ്. ഫാൽഗുന മാസത്തിലെ ഈ കൃഷ്ണപക്ഷ ഷഷ്ടിയെ യശോദാ ജയന്തിയായിട്ടാണ് ആചരിക്കുന്നത്. യശോദാ മാതാവിനെ അന്നേ ദിവസം പ്രാർത്ഥിക്കുന്നത് സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വളരെ വളരെ ഉത്തമമാണ് എന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അന്നേ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ വിശേഷമാണ്. യശോദാമാതാവ് കണ്ണനെ പ്രസവിച്ചിട്ടില്ല എങ്കിലും യശോദാമാതാവിനാണ് കണ്ണൻ്റെ ബാല്യകുസൃതികൾ മുഴുവനും കാണാൻ സാധിച്ചത്. മകനെ കൂടുതലായും പൂർണ്ണമായും സ്നേഹിക്കാൻ സാധിച്ചത് യശോദാമാതാവിനാണ്. 14 ലോകങ്ങളിലും സാക്ഷാൽ വൈകുണ്ഠപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആർക്കെങ്കിലും ശാസിക്കുവാൻ സാധിക്കുമോ? ആരുടെയെങ്കിലും ശാസന തല കുനിച്ചു നിന്ന് ഭഗവാൻ കേട്ടിട്ടുണ്ടാകുമോ? ആരെയെങ്കിലും കൊണ്ട് ഭഗവാൻ തൻ്റെ ശരീരം നോവിപ്പിച്ചിട്ടുണ്ടാകുമോ? ആർക്കെങ്കിലും ഭഗവാനെ ഉരലിൽ കെട്ടിയിടാൻ സാധിച്ചിട്ടുണ്ടാകുമോ? അതിനുള്ള അവകാശം മുഴുവനും ഭഗവാൻ നൽകിയത് പോറ്റമ്മയായ യശോദാ മാതാവിനാണ്. പ്രസവിച്ച അമ്മയായ ദേവകിക്ക് പോലും ആ ഭാഗ്യം ഭഗവാൻ നൽകിയില്ല. ഇത്രത്തോളം ഭഗവാന്റെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടി യശോദാ മാതാവ് എന്ത് പുണ്യമാണ് ചെയ്തത്? നിങ്ങൾക്കറിയാമോ ആരായിരുന്നു യശോദയും നന്ദഗോപരുമെന്ന്? ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. പണ്ട് അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന വസു തൻ്റെ പത്നിയായ ധരയോടുകൂടി അധർമ്മങ്ങളായ ചില പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായി ഭൂമിയിൽ ഒരു ജന്മം മനുഷ്യരായി കഴിഞ്ഞുകൂടണമെന്ന് ബ്രഹ്മദേവൻ അവരെ ശപിച്ചു. അവർ ഭക്തിപൂർവം ബ്രഹ്മദേവൻ്റെ പാദങ്ങളിൽ വീണ് തങ്ങൾക്ക് മാപ്പ് നൽകണം എന്നപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ അരുളി ചെയ്തു: ഭൂമിയിൽ പുണ്യകരമായ പശുപാലനം തൊഴിലായിട്ടുള്ള ഇടയ കുലത്തിൽ ജനിച്ച് നിങ്ങൾ ദമ്പതികളായി ജീവിച്ചു കൊള്ളുക. ധർമ്മമാർഗത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ പരമമായ ആനന്ദ സൗഖ്യത്തോടെ ചിരകാലം ജീവിച്ച് തിരിച്ചു പോരുക. അപ്പോൾ ദ്രോണർ സങ്കടത്തോടുകൂടി ഇങ്ങനെ ചോദിച്ചു: ബ്രഹ്മദേവ, എന്നും പന്നകശായിയായ പരമാത്മാ വിഷ്ണു ഭഗവാനെ പൂജിച്ചും പ്രാർത്ഥിച്ചും നിഷ്കളങ്ക ഭക്തിയോടുകൂടി കഴിയുന്ന അടിയങ്ങൾക്ക് ഭൂമിയിൽ ഇടയവർഗത്തിൽ പിറക്കാനിട വന്നാൽ പിന്നെ എന്താണൊരു ഗതി? അപ്പോൾ ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ സങ്കടപ്പെടേണ്ട. വിഷ്ണു ഭക്തരായ നിങ്ങളെ അന്നും വൈകുണ്ഠപതി വേണ്ടവണ്ണം അനുഗ്രഹിക്കും. പുത്രഭാവത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ സദാ ധ്യാനിച്ച് പല വ്രതങ്ങളും അനുഷ്ഠിച്ചിട്ടുള്ളതുകൊണ്ട് അടുത്ത ജന്മത്തിൽ പുത്രഭാവത്തിൽ ഒരു ശിശുവായി അദ്ദേഹം നിങ്ങളെ കുറേ കാലം ആനന്ദിപ്പിക്കും. കൂടാതെ പശുപാലനം ശ്രീഹരി പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൽക്കർമ്മം കൂടിയാണ്. കമലാസനന്റെ അരുളപ്പാട് കേട്ട് ദ്രോണർ തൊഴുതു വണങ്ങി വന്നിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ അപേക്ഷിച്ചു: ബ്രഹ്മദേവ, അടിയങ്ങളെ അനുഗ്രഹിക്കണം. അടിയങ്ങൾ ഗോപാലവർഗത്തിൽ ജനിച്ച് വർഗ തൊഴിലനുസരിച്ച് ജീവിക്കുന്ന കാലത്ത് കുറേ കാലമെങ്കിലും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ മഹാവിഷ്ണു ഒരു ചെറു പൈതലായി അടിയങ്ങളുടെ മുമ്പിൽ വിളയാടി കളിച്ചു കാണുവാൻ ഇടവരുമെങ്കിൽ മനുഷ്യരായി ഒരു ജന്മം മാത്രമല്ല എത്ര ജന്മം വേണമെങ്കിലും ജനിക്കുവാൻ അടിയങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഭഗവാൻ ബ്രഹ്മദേവൻ ഇത് കേട്ട് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളും നൽകി മറഞ്ഞു.
കാലാന്തരത്തിൽ ആ ദമ്പതികൾ നന്ദഗോപനും യശോദയുമായി പുനർജനിച്ചു. വസുദേവാത്മജനായ കൃഷ്ണൻ ചെറു പൈതലായി അവരുടെ പുത്രഭാവത്തിൽ അവിടെ ലീലകളാടി വളരുവാൻ കാരണം ഇതാണ് യശോദ നന്ദഗോപന്മാരുടെ പൂർവകഥ. ഇവിടെ ദ്രോണൻ എന്ന വസു തൻ്റെ പത്നിയായ ധരയോടുകൂടി ചില അധർമ്മങ്ങൾ അനുഷ്ഠിച്ചു എങ്കിലും അവർ പരമമായ ഭക്തരായതുകൊണ്ട് ഭഗവാൻ ഒരു ചെറിയ ശിക്ഷ അവർക്ക് നൽകിക്കൊണ്ട് അവർക്കു വേണ്ട അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുകയായിരുന്നു. കുറച്ചു കാലം അവരെ വേണ്ട വണ്ണം, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ തന്നെ ആനന്ദിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ അവിടെ കഴിഞ്ഞുകൂടിയത്. അതിനുശേഷമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരെ വിട്ട് ദേവകി മാതാവിൻ്റെ അടുക്കലേക്ക് പോയത്. ദേവകി മാതാവിൻ്റെ അടുക്കലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോയി എങ്കിലും ഭഗവാന്റെ മനസ്സിൽ എന്നും തൻ്റെ അച്ഛനായ നന്ദഗോപരും മാതാവായ യശോദയും ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ കഥകളൊക്കെ പറയുമ്പോൾ ദേവകിയെയും വസുദേവരെയും പറ്റിയല്ല കൂടുതലായി പറയുന്നത്. ഭഗവാന്റെ ബാല്യകാലങ്ങളിൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ കുസൃതികളും കൊഞ്ചലും ചിരിയും കളിയും എല്ലാം കണ്ടും രസിച്ചും ഭഗവാനെ ശിക്ഷിച്ചും ഭഗവാന് മുലയൂട്ടിയും ജീവിക്കുവാനുള്ള ഭാഗ്യം യശോദയ്ക്കാണ് ലഭിച്ചത്. പ്രസവിച്ച എന്ന ഒരു ഗുണം മാത്രമേ ദേവകിക്ക് കൊടുത്തുള്ളൂ. പക്ഷേ തന്നെ ശിക്ഷിക്കുവാനും വഴക്കു പറയുവാനും ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കുവാനും തൻ്റെ കൂടെ ഓടി ഓടി നടന്ന് ഗോകുലം മുഴുവൻ കളിക്കുവാനും ഒക്കെയുള്ള ആ പരമമായ ഭാഗ്യം നൽകിയത് തൻ്റെ പരമഭക്തരായ ദ്രോണനും ധരയ്ക്കുമാണ്. ഇവിടെ തൻ്റെ ഭക്തർ തെറ്റു ചെയ്തതുകൊണ്ട് ചെറിയൊരു ശിക്ഷ ഭഗവാൻ കൊടുത്തു എങ്കിലും മറുകൈകൊണ്ട് ഭഗവാൻ ചേർത്തു നിർത്തുകയാണ് ചെയ്തത്. തെറ്റുകൾ ക്ഷമിക്കുവാനും നമുക്ക് വേണ്ട സകലവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുവാനും ഒട്ടും മടിയില്ലാത്തവനാണ് സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരി എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഭഗവാൻ ഭഗവത്ഗീതയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്നേക്കാൾ ഇഷ്ടം ആരെയാണ്? എൻ്റെ ഭക്തരെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭക്തരെ സ്നേഹിക്കുന്നവർ, എൻ്റെ ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരൊക്കെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യശോദാ ജയന്തി ദിനമായ ഫെബ്രുവരി 18-ാം തീയതി ഷഷ്ഠി തിഥിയാണെന്ന് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭഗവാൻ ശ്രീഹരിയെ പ്രാർത്ഥിച്ചു കൊള്ളുക, യശോദാ മാതാവിനെ പ്രത്യേകമായി ഓർത്തുകൊള്ളുക, ഉണ്ണികൃഷ്ണ ഭാവത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക. അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം തൃക്കൈയിൽ വെണ്ണയുമായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണ രൂപം. നമ്മൾ അന്നേ ദിവസം ഉണ്ണികൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ്. ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. ഇനി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ പോലും ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കാം, ഭഗവാന് പാൽപ്പായസം സമർപ്പിക്കാം. നമ്മുടെ വീട്ടിലാണ് ഉള്ളതെങ്കിൽ അന്നേ ദിവസം മാതൃഭാവത്തോടു കൂടി ഉണ്ണിക്കണ്ണന് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വളരെ സ്വാദോടുകൂടി സ്നേഹത്തോടു കൂടി ഒരമ്മ എങ്ങനെയാണോ തൻ്റെ മകന് കൊടുക്കുന്നത് അതേ ഭാവത്തിൽ സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ യശോദാ മാതാവിനെ എങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ചോ അതേപോലെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ണിക്കണ്ണൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക, പൂർണ്ണമായും വിശ്വസിക്കുക. പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. സമയമാകുമ്പോൾ തീർച്ചയായിട്ടും വേണ്ട വിധത്തിൽ ചെയ്യുന്നതിനായിട്ട് ഭഗവാന് അറിയാം എന്ന് വിശ്വസിക്കുക. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെയൊന്നും ഫലം ലഭിക്കാത്തതിന് കാരണം ആ സമയത്ത് നമുക്കത് തരാൻ സമയമായിട്ടില്ല എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ടാണ്. കറക്റ്റായിട്ടുള്ള സമയത്ത് ഈശ്വരൻ നമുക്ക് തരിക തന്നെ ചെയ്യും.
പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഫലം ലഭിക്കാത്തത് നമ്മുടെ കർമ്മഫലം കൊണ്ടാണ്. പക്ഷേ പ്രാർത്ഥന മതിയാക്കാതെ എത്ര തന്നെ തിരിച്ചടികൾ ഉണ്ടായാലും ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയാൽ അവസാനം നമ്മൾ ചിന്തിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിലും അപ്പുറം ഭഗവാൻ നമുക്ക് തീർച്ചയായിട്ടും പ്രദാനം ചെയ്യും. ഒരിക്കലും നമ്മളെ ഭഗവാൻ കൈവിടുകയില്ല. ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും ഈശ്വരൻ നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.